നാം ഇന്ന് വായിച്ചു കേട്ട വിശുദ്ധ എവങ്കേലിയൻ ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 31 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവും ശമരിയ സ്ത്രീയുമായി കിണറിൻ്റെ കരയിലുള്ള സംഭാഷണത്തെക്കുറിച്ചാണ് നാം വായിക്കുന്നത്. പ്രധാനമായും ഈ ഇന്നത്തെ വേദഭാഗത്തിന് തൊട്ടു മുമ്പുള്ള വേദഭാഗത്ത് നാം വായിച്ചു നിർത്തുന്നത് പുറജാതിയായ ശമരിയ സ്ത്രീ നമ്മുടെ കർത്താവിനെ മശിഹായായി അറിയുകയാണ്. അവൾ അവളുടെ ഗ്രാമത്തിലേക്ക് ഓടി തൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുവാനായിട്ട് പോവുകയാണ്. ഈ സമയത്തുള്ള ഒരു ബ്രേക്കിൽ അവൾ പിന്നെ തിരിച്ചു വരുന്നുണ്ട്, ഗ്രാമവാസികളുമായി തിരികെ വരുന്നുണ്ട്. അവൾ പോയതിൻ്റെയും ഗ്രാമവാസികൾ തിരികെ വരുന്നതിൻ്റെയും ഇടയ്ക്കുള്ള സമയത്ത് നടക്കുന്ന ഒരു സംഭവമാണ് ഇത്. നമുക്കറിയാം, ശമരിയ സ്ത്രീയുമായി കർത്താവ് സംസാരിക്കുമ്പോൾ ശിഷ്യന്മാർ ആരും തന്നെ അടുത്തുണ്ടായിരുന്നില്ല. അവർ ഭക്ഷണം വാങ്ങിക്കുവാനായിട്ട് പോയതാണ്. അവർ ഭക്ഷണവുമായി തിരികെ വന്ന് ഇന്നത്തെ വേദഭാഗം ആരംഭിക്കുന്നത് ഗുരു ഭക്ഷിച്ചാലും എന്ന് പറഞ്ഞ് തിരിച്ചു വരുന്നതാണ്. അപ്പോൾ കർത്താവ് അവിടെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഭക്ഷണം എനിക്ക് ഭക്ഷിപ്പാനുണ്ട് എന്ന് പറഞ്ഞ് ഒരു സംഭാഷണം ആരംഭിക്കുകയാണ്. ഈ സംഭാഷണത്തിൽ 2 പ്രധാന ചിന്തകളാണ് ഉള്ളത് എന്നെനിക്ക് തോന്നുന്നു. അതിൻ്റെ 1-ാം ഭാഗം കർത്താവ് സംസാരിക്കുന്നത് വിശപ്പിനെക്കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ചും തൃപ്തിയെക്കുറിച്ചും ഒക്കെയാണ്. ഇതിൻ്റെ 2-ാം ഭാഗം കർത്താവ് പറയുന്നത് സുവിശേഷീകരണത്തെക്കുറിച്ചാണ്, കൊയ്ത്തിനെ കുറിച്ചാണ്. കർത്താവിനോട് ശിഷ്യന്മാർ ഭക്ഷിച്ചാലും എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറയുന്ന ഒരു വാക്യമുണ്ട്. ശിഷ്യന്മാർ സംശയിക്കുന്നു, ഇവനാരെങ്കിലും ഭക്ഷണം കൊടുത്തോ എന്ന് സംശയിക്കുമ്പോൾ കർത്താവ് അവരോട് പറയുന്നു, എൻ്റെ ആഹാരം എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റുകയും അവൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കുകയും ചെയ്യുന്നതാകുന്നു എന്ന്. ഒരാളുടെ വിശപ്പിന് തൃപ്തിയുണ്ടാകുന്നത്, ശമനമുണ്ടാകുന്നത് എപ്പോഴൊക്കെയാണ്? എന്തൊക്കെ തരം വിശപ്പുകളാണ് നമുക്കുള്ളത്? ഒരു പ്രധാന ചോദ്യം എപ്പോഴും നാം ചോദിക്കേണ്ടത്, എല്ലാ വിശപ്പുകൾക്കും ശമനമുണ്ടാകണമെന്ന് നിർബന്ധമുണ്ടോ? മനുഷ്യന് പല വിശപ്പുകളും പല ദാഹങ്ങളും ഉണ്ടാകാം. പണത്തിന് വേണ്ടിയുള്ള വിശപ്പും ദാഹവും ഉണ്ടാകാം. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള വിശപ്പും ദാഹവും ഉണ്ടാകാം. മദ്യമയക്ക് വരുന്നവർക്ക് വേണ്ടിയുള്ള ആഗ്രഹമുണ്ടാകാം. സെക്സിനോടുള്ള താല്പര്യമുണ്ടാകാം. ഈ വിശപ്പുകൾക്കൊക്കെ ശമനമുണ്ടാകണമെന്ന് ശാഠ്യമുണ്ടോ എന്നൊരു ചോദ്യം നാം ആദ്യം ചോദിക്കണം. നാം ഇവിടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, തൃപ്തി ഉണ്ടാകണമെങ്കിൽ, ശമനമുണ്ടാകണമെങ്കിൽ അത് ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്നവർക്ക് മാത്രമേ തൃപ്തിയും വിശപ്പിൻ്റെ ശമനവും ഉണ്ടാവുകയുള്ളൂ. ബാക്കി ഞാൻ പരാമർശിച്ച ഏത് കാര്യങ്ങളായാലും, അത് സ്ഥാനമാനമായാലും പണമായാലും ഏത് കാര്യമായാലും ഒരിക്കലും മനുഷ്യനെ തൃപ്തിപ്പെടുത്തുകയില്ല. ആ അതൃപ്തിയിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് ജീവിക്കുന്നത്. നമുക്ക് തൃപ്തി ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിന് ഒരു സംതൃപ്തി ഉണ്ടാകണമെങ്കിൽ, ശാന്തി ഉണ്ടാകണമെങ്കിൽ അതിനുള്ള കണ്ടീഷനാണ് ദൈവത്തിൻ്റെ ഇഷ്ടവും പ്രവൃത്തിയും നാം ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിലും സഭയിലും പ്രത്യേകിച്ചും ഈ ഇടവകയും ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്ത് തൃപ്തിയോടെ കടന്നുപോയ ഒരു പരിശുദ്ധൻ്റെ പെരുന്നാൾ കൂടി നാം ആഘോഷിക്കുകയാണ്. ചരിത്രത്തിൽ പറയുന്നതനുസരിച്ച് നോക്കിയാൽ 23 വയസ്സോളം മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ജീവിതത്തെ തൃപ്തിയോടെ ജീവിച്ച് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയതിൻ്റെ ഒരു ചരിത്രമാണ് പരിശുദ്ധ ഗീവർഗീസ് സഹദായിക്ക് ഉള്ളത്. നാം 80ഉം 90ഉം വയസ്സും ജീവിച്ചിട്ടും വിശപ്പും ആർത്തിയും ആഗ്രഹവും ഒടുങ്ങാതെ അതൃപ്തരായി അശാന്തിയോടെ നാം ജീവിക്കുന്നുണ്ടെങ്കിൽ പരിഗണിക്കപ്പെടേണ്ട ഒരു മുഖ്യമായ ചിന്തയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്ത് തൃപ്തി അടയുവാൻ സാധിക്കുമോ എന്നുള്ളത്. രണ്ടാമത്തെ ഭാഗം
ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ പങ്കാളികളാകുമ്പോൾ നാം ചെയ്യേണ്ട ഒന്നാണ് കൊയ്ത്ത്. ശമരിയ എന്ന് പറയുന്ന പുറജാതി പട്ടണത്തിലാണ് ഇപ്പോൾ കർത്താവ്. അവിടെ ഇരുന്നു കൊണ്ടാണ് ശിഷ്യന്മാരോട് കർത്താവ് പറയുന്നത്, ഇപ്പോൾ കാലമായിരിക്കുന്നു, അല്ലെങ്കിൽ പാടം വിളഞ്ഞു നിൽക്കുകയാണ്. അത് ഒരു പാരമ്പര്യത്തെ ബ്രേക്ക് ചെയ്യുന്ന ഒരു പരാമർശമായിരുന്നു. പുറജാതികളോട് അവരുടെ ഇടയിൽ വസിക്കുക എന്നുള്ളതൊന്നും ആ കാലത്ത് ഒരു ഗുരുവും ചെയ്യാത്ത ഒന്നാണ്. എന്നാൽ അവിടെ ഒരു സ്ത്രീയോട് കർത്താവ് സുവിശേഷം പറഞ്ഞപ്പോൾ ഒരു ഗ്രാമം മുഴുവൻ കർത്താവിങ്കിലേക്ക് വരികയാണ്. പ്രിയമുള്ളവരെ, ശിഷ്യന്മാരോട് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ നമ്മോടും കൂടെയാണ് പറയുന്നത്. സുവിശേഷ വയൽ വളരെ വിസ്താരമാണ്, വിളഞ്ഞു നിൽക്കുകയാണ്. കൊയ്ത്തിന് ആള് വേണം. ആരാണ് കൊയ്യേണ്ടത്? ഞാനും നിങ്ങളുമാണ്. നിർഭാഗ്യവശാൽ നമുക്കതിന് ഒരു ശ്രദ്ധയില്ലെന്ന് മാത്രമല്ല, താല്പര്യമില്ലെന്ന് മാത്രമല്ല, നാം പരിഗണിക്കുന്ന പോലുമില്ല. നമ്മുടെ ചിന്തകളിൽ അത് ഉണ്ടാകുന്നില്ല. നമ്മുടെ കർത്താവ് തൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പായി നമ്മോട് കൽപ്പിച്ച 2 കാര്യങ്ങളുണ്ട് പ്രധാനമായിട്ടും. ഒന്ന്, ഞാൻ വരുന്നിടം വരേക്കും വിശുദ്ധ കുർബാന അർപ്പിക്കണം. അത് നാം ഭംഗിയായി നിർവഹിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിചാരം. എന്നാൽ രണ്ടാമത് ഒരു കാര്യം കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ അതിർത്തികളോളം പോയി സകലരെയും എൻ്റെ ശിഷ്യരാക്കുവിൻ. എൻ്റെ സുവിശേഷം പറയണം, എന്നെക്കുറിച്ച് പറയണം. ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന നമ്മൾ എത്ര പേർ യേശുവിനെ അറിയാത്ത ഒരാളോടെങ്കിലും യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ചോദിക്കണം. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിവില്ലാത്ത ഒരാളോടെങ്കിലും ഇത്രയും പ്രായമായിട്ടും യേശു ക്രിസ്തുവിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ? കൺവേർഷൻ നമ്മുടെ ജോലിയല്ല. യേശു ക്രിസ്തുവിനെ, സുവിശേഷത്തെ പ്രസന്റ് ചെയ്യുക, അവതരിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ജോലിയാണ്. ഒരാൾക്ക് മനം മാറ്റമുണ്ടാവുക എന്നുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. എന്നാൽ ഞാനും നിങ്ങളും ഈ വയലിൽ ഒരു ചെറുവിരൽ കൊണ്ടുപോലും സുവിശേഷത്തിൻ്റെ പ്രവൃത്തി ചെയ്യാതെ എങ്ങനെ ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ സാധിക്കുന്നു? 2 വിധത്തിലുള്ള സുവിശേഷ പ്രചരണം നമുക്കുണ്ടാകേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഒരു ആഭ്യന്തര മിഷൻ. കർത്താവ് പറഞ്ഞു, കാണാതെ പോയിട്ടുള്ള ഇസ്രായേലിലെ ആടുകളുടെ അടുക്കലേക്ക് ചെല്ലണം. ഈ പള്ളിയിൽ നമുക്ക് ഇത്രയധികം ഭവനങ്ങളുണ്ട്. ഇന്ന് ഈ ദേവാലയത്തിൽ ഇത്രയും ആളുകൾ വന്നാൽ മതിയോ? ആരൊക്കെ വരാതിരിക്കുന്നു? ആരൊക്കെ ഇന്ന് ആരാധനയിൽ സംബന്ധിച്ചില്ല? ആരാണ് അന്വേഷിക്കുന്നത്? നമുക്കിതിനൊരു താല്പര്യമുണ്ടോ? ഒരു പ്രാർത്ഥനാ യോഗത്തിൻ്റെ പരിധിയിൽപ്പെടുന്നവർ, മർത്തമറിയം സമാജത്തിൻ്റെ പരിധിയിൽപ്പെടുന്നവർ ഇന്നിവിടെ വന്നിട്ടില്ല എങ്കിൽ അവരോട് എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിക്കുവാനായിട്ടുള്ള മനസ്സ് നമുക്ക് എന്തുകൊണ്ടുണ്ടാകുന്നില്ല? അവരെ എന്തുകൊണ്ട് നാം അന്വേഷിക്കുന്നില്ല? കാണാതെ പോയ എത്രയോ ആളുകൾ, എത്രയോ നഷ്ടപ്പെട്ട ആടുകൾ നമുക്ക് നമ്മുടെ സഭയിലുണ്ട്. നമ്മുടെ ഉത്തരവാദിത്വമല്ലേ ഇത്? അതോ അത് വൈദികരെ മാത്രം ഏൽപ്പിച്ച് നാം തൃപ്തി അടയുകയാണ്? വയൽ എനിക്കും നിങ്ങൾക്കുമൊക്കെ വിളഞ്ഞ വിസ്താരത്തിൽ കിടപ്പുണ്ട്. ഉത്തരവാദിത്വം നമ്മെ കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നിർവഹിക്കുവാൻ നമുക്കിടയാകണം. അതോടൊപ്പമാണ് കർത്താവ് പറഞ്ഞത്, ഈ ആട്ടിൻകൂട്ടത്തിൽ പെടാത്ത ആളുകളും എനിക്കുണ്ട്. അവരോടും പറയണം, അവരോടും സുവിശേഷം പറയണം. അത് നമ്മുടെ ദൗത്യമാണെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ വേദഭാഗത്തുള്ളതെന്നാണ് എൻ്റെ വിചാരം. 2 ചിന്തകളാണ് ഇവിടെയുള്ളത്. ഒന്നാമത്തേത്, നാം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് നമ്മുടെ ജീവിതത്തിന് തൃപ്തിയും സമാധാനവും ഉണ്ടാക്കുന്നുണ്ടോ? 2, നമ്മെ ഏൽപ്പിച്ച സുവിശേഷ വയലിലെ വേല ചെയ്യുവാൻ നാം തയ്യാറാണോ എന്നുള്ളത്.
ഈ രണ്ട് ചോദ്യങ്ങളും പ്രസക്തമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പ്രേരിപ്പിക്കട്ടെ. നമ്മുടെ ഉള്ളിൽ ഈ ചിന്ത നിരന്തരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു.